പ്രകൃതിയെയും മനുഷ്യരെയും ജീവജാലങ്ങളെയും സസ്യങ്ങളെയും എല്ലാം ഒരുപോലെ സ്നേഹിക്കുന്ന കോട്ടയം ജില്ലയിലെ ആർപ്പുക്കരയിലെ ഡോക്ടർ അനിൽ സാറിൻ്റെയും സുധാ മേഡത്തിൻ്റെയും വീട്ടിലേക്ക് ഒരു സന്ദർശനമാണ് ഇന്നത്തെ വീഡിയോ. നമുക്കപ്പം അവിടുത്തെ വിശേഷങ്ങളും കാര്യങ്ങളുമൊക്കെ അറിയാം. എൻ്റെ പേര് അനിൽകുമാർ രാഘവൻ പിള്ള എന്നാണ്. ഞാൻ ഇവിടെ ജനിച്ച് വളർന്നതാണ്. ഞാനിവിടെ കുട്ടിക്കാലം തൊട്ട് ഞാനിവിടെയാണ് ജനിച്ചത്. ഈ തറവാട്ടിലാണ് ജനിച്ചത്. തറവാടിൻ്റെ പേര് കളമ്പുകാട്ട് തറവാട് എന്നാണ്. ഞാൻ ഈ തറവാട്ടിലാണ് ജനിച്ച് ഇവിടെ തന്നെ പഠിച്ചു. മാന്നാനം സെൻറ്റ് എഫ്രൈം സ്കൂളിൽ പഠിച്ചു. അതിനുശേഷം മാന്നാനം കെ കോളേജിൽ പ്രീ ഡിഗ്രിക്ക് ശേഷം ഞാൻ തിരുവനന്തപുരം എഞ്ചിനീയറിംഗ് കോളേജിൽ എനിക്ക് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് കിട്ടി. അങ്ങനെ ഞാൻ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് പഠിക്കാനായിട്ട് അവിടെ പോയി. അതിനുശേഷം അവിടുന്ന് പഠിച്ചതിന് ശേഷം ഭാഗ്യവശാൽ എനിക്ക് ബിരുദാനന്തര ഡിഗ്രി ഗവൺമെൻറ് ഓഫ് ഇന്ത്യ സ്പോൺസർ ചെയ്തു. അങ്ങനെ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ കീഴിൽ ഞാൻ എംടെക് ചെയ്തു. അതിനുശേഷം നമ്മുടെ ആദരണീയനായ മുൻ പ്രസിഡന്റ് അബ്ദുൽ കലാം സാറിൻ്റെ കൂടെ ഡോക്ടർ അബ്ദുൽ കലാം സാറിൻ്റെ കൂടെ വർക്ക് ചെയ്യാനായിട്ടുള്ളൊരു ഭാഗ്യവും എനിക്ക് സിദ്ധിച്ചു. അങ്ങനെ ഞാൻ 12 വർഷക്കാലം സാറിൻ്റെ കൂടെ ആയിരുന്നു. എനിക്ക് തറവാടിനെക്കുറിച്ച് പറയാനാണെങ്കിൽ എൻ്റെ അച്ഛനും അമ്മയും സാധാരണ ഒരു നായർ തറവാട്ടിൽ എപ്പോഴും പെൺകുട്ടികൾക്കാണ് നായർ തറവാട് കൊടുക്കുന്നത്. അത് അങ്ങനത്തെ ഒരു സമ്പ്രദായം പണ്ട് തൊട്ടേ ഉണ്ടായിരുന്നതാണ്. പക്ഷേ അതിനൊരു വ്യത്യാസമായിട്ടാണ് എൻ്റെ അച്ഛൻ അത് അമ്മയുടെ പ്രോപ്പർട്ടിയാണ്. അമ്മയ്ക്കാണ് ഇത് കിട്ടിയിരുന്നത്. അമ്മ എനിക്ക് എഴുതി തന്നു. എനിക്ക് എൻ്റെ 4 ചേച്ചിമാരാണ് ഉണ്ടായിരുന്നത്. അപ്പം അവർക്ക് കൊടുക്കാതെ എനിക്ക് എഴുതി തന്നു. അതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ പല രീതിയിൽ എനിക്കറിയത്തില്ല എന്തുകൊണ്ടായിരിക്കും. ഞാൻ ഏറ്റവും ഇളയതായിരുന്നു. എനിക്ക് 3 വയസ്സുള്ളപ്പോൾ എൻ്റെ മൂത്ത ചേച്ചി കോമള ചേച്ചി വിവാഹം കഴിഞ്ഞു. അന്നേരം എൻ്റെ 4ാമത്തെ ചേച്ചി 10ാം ക്ലാസ്സിൽ പഠിക്കുമായിരുന്നു. അപ്പോഴാണ് എനിക്ക് ഇത് എഴുതി തന്നത്. ഒരു 3 വയസ്സുണ്ട്. അന്നേരം ഞങ്ങളുടെ ഇവിടെ കളയെഴുത്തിപ്പാട്ടും സർപ്പം പാട്ടും ഒക്കെ ഉണ്ട്. അപ്പം ഞങ്ങളുടെ ഒരു മൂത്തമ്മാവൻ ഉണ്ട്, കൊച്ചുട്ടനമ്മാവൻ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അദ്ദേഹമായിട്ട് എൻ്റെ അച്ഛൻ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അന്നേരം പറഞ്ഞു, എന്നെ ഇവിടെ ഓമനക്കുട്ടനാണ് വിളിക്കുന്നത് എല്ലാവരും, അനിൽകുമാർ എന്നാണ് എൻ്റെ പേരെങ്കിലും. അപ്പോൾ ഇങ്ങനെ ഞാൻ അവിടെ അച്ഛൻ്റെ കൈ പിടിച്ചവിടെ നിൽക്കുവാണ്. വലിയ കളയെഴുത്തിപ്പാട്ടിന് എല്ലാവരും വന്നിട്ടുണ്ട്, ഇവിടുത്തെ കണിയന്മാരും പാട്ടുകാരും അവരൊക്കെ. അപ്പം ഇങ്ങനെ അച്ഛനിങ്ങനെ അമ്മാവനോട് പറയുകയാണ്, ഏതായാലും വീട് കൊച്ചുട്ട ചേട്ടാ, ഈ വീട് ഞാൻ മോൻ എഴുതി കൊടുക്കാൻ പോവാണ്. അന്നേരം അത് നല്ല കാര്യമാണെന്ന് അമ്മാവൻ പറയുന്നുണ്ട്. പക്ഷേ അതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ഇവനിപ്പം 3 വയസ്സേ ആയുള്ളൂ, എനിക്കൊക്കെ പ്രായമായി. ഇനിയിപ്പം ഇവനൊരു ജോലി കിട്ടുമോ ഇല്ലയോ എന്നൊന്നും അറിയത്തില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ, എങ്ങാനും ജോലിയൊന്നും കിട്ടാതിരുന്നിട്ടുണ്ടെങ്കിൽ അവന് ഈ വീടുണ്ട്, കിടക്കാനൊരു കിടപ്പാടുണ്ട്. അതുകൂടാതെ പുറകിൽ കുറച്ച് സ്ഥലമുണ്ട്, കുറച്ച് നിലമുണ്ട്. ആ നിലത്ത് അവന് കാളകൂട്ടിയാണെങ്കിലും ജീവിക്കാം എന്ന് എന്നോട് പറഞ്ഞു. അപ്പം എനിക്ക് ഇവിടെ വരുന്നൊരു കാളകൂട്ടുകാരനെ ഓർമ്മയുണ്ട്. എൻ്റെ മനസ്സിൽ ഞാൻ ഒരിക്കലും കാളകൂട്ടുകാരനാകരുത് എന്നൊരു ആഗ്രഹം എനിക്കുണ്ടായി. അതുകൊണ്ട് ഞാൻ വാശി വെച്ച് പഠിച്ച് ഞാൻ ഇത്രയും നിലയിലെത്തി. ശരിക്കും പറഞ്ഞാൽ അച്ഛൻ്റെ അനുഗ്രഹം അച്ഛൻ ഉദ്ദേശിച്ചത് ചിലപ്പോൾ അച്ഛൻ എനിക്കൊരു എനർജി അങ്ങനെയായിരിക്കും തന്നെ, ഒരു നെഗറ്റീവായിട്ട് പറഞ്ഞിട്ട് അതിനകത്ത് പോസിറ്റീവ് എനർജി ഉണ്ട്. പക്ഷേ ഇത് തന്നെയാണ് ഞാൻ ഇപ്പോഴും പിന്തുടരുന്നത്. പക്ഷേ എൻ്റെ മോൻ ഞാൻ ഈ നെഗറ്റീവ് പറഞ്ഞിട്ട് പോസിറ്റീവ് ആക്കാൻ നോക്കുമ്പോൾ മോനത് ഞാൻ ഫുള്ളി നെഗറ്റീവാണെന്ന് എൻ്റെ മോൻ പറയും. അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ. ഇപ്പോഴത്തെ ജനറേഷൻ ഞാൻ നെഗറ്റീവാണ് പറയുന്നതെന്ന് പറയും. പക്ഷേ ഞാൻ നെഗറ്റീവ് കൊടുത്തിട്ട് പോസിറ്റീവായ കക്ഷിയാണ്. അങ്ങനെ വാശിയിൽ ഞാൻ എനർജി ഉണ്ടാക്കി വളർന്നൊരു കക്ഷിയാണ്. അപ്പോൾ ഈ വീടിന് ഒരു 360 തൊട്ട് 400 വർഷത്തെ പഴക്കമുണ്ട്. ഈ ശരിക്കും പറഞ്ഞാൽ മാന്നാനം കരയിൽ ഉള്ള ഏറ്റവും പുരാതനമായ കുടുംബമാണിത്. അതെ. അപ്പോഴാണ് ഈ കുടുംബത്തിലെ നമ്മുടെ ഈ മാന്നാനം കരയിൽ മിക്കവാറുമുള്ള സ്വത്തുക്കൾ മുഴുവൻ ഞങ്ങളുടെ ആയിരുന്നു. പിന്നെ കുറച്ച് കുടുംബങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ അന്നേരമാണ് നമ്മുടെ കുര്യാക്കോസ് ഏലിയാസച്ചൻ ഇവിടെ വന്നതും. അപ്പോൾ അദ്ദേഹം ഇങ്ങനെ ഒരു സംസ്കൃത സ്കൂൾ പണിയാനും അതിൻ്റെ കൂടെ അവിടെ ഒരു സ്ഥാപിക്കാനും ആയിട്ട് ഇവിടെ വന്നത്. അന്നേരം ഞാൻ കെ കോളേജിൻ്റെ എന്ന് വെച്ചാൽ അത് സി എം ഐ ഫൗണ്ടറാണ്. അന്നേരം അദ്ദേഹം ഇവിടെ വന്നപ്പോൾ ഇവിടെ വന്ന് വീട്ടിൽ വരികയും, അപ്പോൾ വീട്ടിൽ വന്ന് ഞങ്ങളുടെ അന്നത്തെ ഒരു മുത്തമ്മയാണ്
അവരെയൊക്കെ കാണുകയും ചെയ്തു. അതുകൊണ്ട് അമ്മാവന്മാരെല്ലാവരും കണ്ടു. അപ്പം അവർക്ക് വളരെ സന്തോഷമായി ഇങ്ങനെ ഒരു സംസ്കൃത സ്കൂൾ തുടങ്ങുന്നതൊക്കെ. അങ്ങനെ അവർ 27 ഏക്കർ കൊടുത്തു അന്ന് ഈ CMI സ്ഥാപിക്കാനായിട്ട്. അങ്ങനെയാണ് CMIയുടെ സ്ഥാപനം ഇവിടെ ഉണ്ടാകുന്നത്. അങ്ങനെയാണ് CMI എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനം ഉണ്ടായത്. അദ്ദേഹം കുര്യാക്കോസ് ഏലിയാസ് അച്ഛൻ ഒരു വിദ്യാഭ്യാസത്തിൻ്റെ ഒരു ഭയങ്കര ഇതിനു വേണ്ടിയുള്ള നല്ല വീക്ഷണബുദ്ധിയുള്ളൊരു വ്യക്തിയായിരുന്നു. അദ്ദേഹം ഒത്തിരി സ്കൂളുകൾ, ഇപ്പം ക്രൈസ്റ്റ് യൂണിവേഴ്സിറ്റിയും രാജഗിരി മെഡിക്കൽ കോളേജ് എല്ലാം അതിന് കീഴിലുണ്ടായ സംഭവങ്ങളാണ്. അദ്ദേഹം വിദ്യാഭ്യാസം നല്ല ഊന്നൽ കൊടുത്തു. അങ്ങനെ ശരിക്കും മാന്നാനത്തിന് ഒരു നല്ലൊരു ഇത് ഉണ്ടാകാനുള്ള കാരണം, ഡെവലപ്മെൻ്റ് ഉണ്ടാകാൻ കാരണം കുര്യാക്കോസ് ഏലിയാസ് അച്ഛൻ്റെ ആ ഒരു ഇതുകൊണ്ടാണ്. അതിന് ഞങ്ങളും കാരണഭൂതരായി എന്നുള്ളത് ഞങ്ങളെ വളരെ സന്തോഷം. അതെ, അന്ന് അങ്ങനെ കൊടുക്കാൻ തോന്നിയത്. അതെ അമ്മൂമ്മനെ കുറിച്ച് അപ്പോൾ നമ്മൾ ഇത്രയും കാര്യങ്ങളൊക്കെ അറിഞ്ഞു. മേഡത്തിനെ കുറിച്ചും കൂടെ നമുക്കൊന്ന് അറിയണം അല്ലേ? അപ്പം പറയുള്ളൂ, എങ്ങനെയാണ് ഈ ഒരു കുടുംബത്തിലേക്ക് എത്തിയത്? എൻ്റെ വീട് കോഴിക്കോടാണ്. പേര് പറഞ്ഞോളൂ. പേര് സുധ. പിന്നെ ഞാൻ അവിടെയാണ് ജനിച്ചു വളർന്നതൊക്കെ. പിന്നെ ഞങ്ങൾക്കൊരു ബന്ധമുണ്ട്. ബന്ധത്തിലാണ് പിന്നെ കല്യാണം വന്നു. അങ്ങനെ ഇങ്ങോട്ട് വന്നു. പക്ഷെ ഞങ്ങളപ്പോൾ ഹൈദരാബാദിലായിരുന്നു. പിന്നെ ബാംഗ്ലൂർ വന്നു, വിപ്രോയിലായി. അങ്ങനെ പിന്നെ അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ തിരിച്ചിവിടെ സെറ്റിൽ ചെയ്യാൻ വന്നു. അമ്മയ്ക്ക് കൊടുത്ത വാക്കാണ്. അങ്ങനെയായിരുന്നു. നിങ്ങൾ ആ ചെറുപ്പത്തിൽ എവിടെയാന്ന് വെച്ചാൽ നിങ്ങൾ പോയി ചെയ്ത് നിങ്ങളുടെ അല്ലാതെ അന്ന് അവിടെ നിൽക്കണമെന്നൊന്നും അമ്മ പറഞ്ഞിട്ടില്ല. അമ്മ പറഞ്ഞു എല്ലാം കഴിഞ്ഞ് നിങ്ങൾ ഒരു കാലത്ത് ഈ വീട് അനാധീനപ്പെട്ട് പോകരുത്, നിങ്ങൾ നോക്കണം, സംരക്ഷിക്കണം. അതെ അതെ അതെ. അപ്പൊ അത് ഞങ്ങൾ പാലിച്ചു. അതെ, അതിനകത്ത് എനിക്ക് പ്രധാനമായിട്ട് പറയാനുള്ളത് എൻ്റെ വൈഫും ഇതിനോട് താല്പര്യമുള്ള ഒരു വ്യക്തിയായതുകൊണ്ടും ഞാൻ എൻ്റെ ഈ സ്വപ്നം ഞാൻ പറയുമ്പോഴെല്ലാം കേട്ടുകൊണ്ടിരിക്കലും കുറച്ച് അന്ന് ഈ വീടിന് ഇത്രയും ഞാൻ റെഡിയാക്കിയിട്ടില്ലായിരുന്നു. അന്ന് ഞങ്ങളുടെ അന്നത്തെ വീടിനകത്ത് ചെറിയ ചെറിയ കുടുക്കമുറികളൊക്കെ ആയിരുന്നു. ബാത്റൂം അറ്റാച്ച്ഡ് ഒന്നും അല്ലായിരുന്നു. അപ്പോൾ ഇവിടെ വന്ന് താമസിക്കാതെ ഞങ്ങൾ ബാംഗ്ലൂരും US-ലും ഹൈദരാബാദിലും ഒക്കെ ജീവിച്ചപ്പം അന്നേരം ഇങ്ങോട്ട് തിരിച്ചു വരിക എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ ഒരു പെൺകുട്ടികളെക്കുറിച്ച് ആലോചിച്ച് കഴിഞ്ഞാൽ ആരും തിരിച്ചു വരാൻ തയ്യാറാകത്തില്ല. പക്ഷേ എൻ്റെ വൈഫ് ശരിക്കും അതിന് സപ്പോർട്ടീവായി ഇവിടെ വന്ന് താമസിക്കുകയും ഇവിടെ വരുന്ന എല്ലാവരെയും സ്വീകരിക്കാനുള്ളൊരു മനസ്ഥിതിയും ആ ഒരു മനസ്സാണ് സുധയ്ക്കുള്ളത്. ഞാൻ അതിനകത്ത് അഭിമാനമുണ്ട്. എൻ്റെ ഒരു ഭാഗ്യമാണത്. ശരിക്കും ഇങ്ങനെ ഒരാളെ കിട്ടിയത് എൻ്റെ ഒരു ഭാഗ്യമാണ്. എനിക്കും ആ ഒരു മ്യൂച്വൽ റെസ്പെക്റ്റിലാണ് സത്യം പറഞ്ഞത്. നമ്മള് വീട്ടിൽ വരുമ്പോൾ തന്നെ നല്ല പോസിറ്റിവിറ്റിയും കാര്യങ്ങളാണ് കേട്ടോ. എല്ലാം നെഗറ്റീവിനെ പോസിറ്റീവ് ആക്കി തരും. വിഷമിച്ചാലും അതെ, നല്ല സപ്പോർട്ടീവ്. അതെ, പെട്ടെന്ന് നമ്മൾ അവിടെ വന്ന് ഇവിടെ വരുമ്പോൾ കുറച്ച് അഡ്ജസ്റ്റ് ചെയ്യാൻ കുറച്ച് പാടാണ്, ഇല്ലാന്ന് പറയാൻ പറ്റും. അതൊക്കെ ഒരു രീതിയിലാക്കി മനസ്സിലാക്കി തരുന്നതുകൊണ്ട്. പക്ഷെ ഇപ്പോൾ ഇവിടെ വന്നിട്ടാണെങ്കിലും എല്ലാവരും, എല്ലാ നാട്ടുകാരും, ഞങ്ങളുടെ വീട്ടുകാരും കുടുംബക്കാരും എല്ലാവരും ഞങ്ങളെ സ്നേഹിക്കുന്ന ആൾക്കാരാണ്. അത് ഞങ്ങൾ നേരത്തെ വരുമ്പോൾ എന്ന് വെച്ചാൽ ഇവിടെ സാധാരണ എന്താ പറ്റുക, റിട്ടയർ വരുമ്പോൾ റിട്ടയർ വരുന്നുണ്ട്, ഇനി ആരും നോക്കാനില്ല, അതുകൊണ്ട് നാട്ടിലോട്ട് വരുന്നു എന്നുള്ളൊരു തോന്നലാണ് പലർക്കും ഉള്ളത്. പക്ഷെ അതിൽ നിന്നൊക്കെ വ്യത്യാസത്തോടുകൂടി എനിക്ക് അതെ പിന്നെ എൻ്റെ സുഹൃത്തുക്കളൊക്കെ എൻ്റെ ഫാമിലി ഫ്രണ്ട്സും അതെ. പിന്നെ എനിക്ക് എല്ലാവരുമായിട്ട് നല്ലൊരു സ്നേഹബന്ധം പുലർത്തുന്നുണ്ട്. എൻ്റെ ഞാൻ വർക്ക് ചെയ്യുന്ന സ്ഥലങ്ങളിലുള്ളവരും അവരെല്ലാവരും ഇപ്പോഴും ഇവിടെ വന്ന് താമസിക്കുകയും. ഇപ്പം ശരിക്കും പറഞ്ഞാൽ ഇപ്പം കറൻ്റ്ലി എനിക്ക് കിട്ടിയൊരു ഇതെന്ന് പറയുന്ന ഒരു ഗുഡ് ന്യൂസ് എന്ന് പറയുന്നത്, എന്നെ ഈ കൽക്കട്ടയിലെ മൗലാന അബുൽ കലാം ആസാദ് ടെക്നോളജി യൂണിവേഴ്സിറ്റിയുടെ എക്സിക്യൂട്ടീവ് കൗൺസിലിലോട്ട് എന്നെ സെലക്ട് ചെയ്തിട്ടുണ്ട്. അത് നമ്മുടെ ഓണറബിൾ ഗവർണർ ആണ്, നമ്മുടെ ഡോക്ടർ CV ആനന്ദബോസ്, മാന്നാനംകാരനാണ് അദ്ദേഹം. അതിനെനിക്ക് ഒരു ഓപ്പർച്യൂണിറ്റി തന്നു. ഞാൻ ആഗ്രഹിച്ചതൊന്നുമല്ല, പുള്ളിക്കാരൻ ഇങ്ങോട്ട് വന്ന് പറഞ്ഞു ഓമനക്കുട്ടൻ ഇത്രയും കഴിവുണ്ട്, അതുകൊണ്ട് എന്നെ ഈ യൂണിവേഴ്സിറ്റിയെ സപ്പോർട്ട് ചെയ്യണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ഏറ്റെടുത്തിട്ടുണ്ട്. അതാണ് എൻ്റെ ലേറ്റസ്റ്റ്. അതെ, ഞാൻ ഒത്തിരി ആക്ടിവിറ്റീസിനകത്ത് ഞാൻ ഇൻവോൾവ് ആണ്. എന്ന് വെച്ചാൽ ഞാനൊരു എന്നെക്കൊണ്ടാകാവുന്നത് ഈ ജീവിതത്തിൽ ചെയ്യുക എന്നുള്ളൊരു ഇതാണ്, ഒരു തോട്ട് പ്രോസസ്സാണ് എനിക്കുള്ളത്. പിന്നെ എനിക്ക് കൃഷിയോടൊക്കെ വളരെ താല്പര്യമുണ്ടായിരുന്നു. അത് ഞാനിവിടെ ഇല്ലായിരുന്നെങ്കിൽ പോലും ഇവിടെ ഒരു ജൈവ കൃഷിയോടുള്ള താല്പര്യം കൊണ്ട് ഞാനിവിടെ കൃഷി കാര്യങ്ങളൊക്കെ നടത്തുന്നുണ്ടായിരുന്നു. അത് ഇപ്പോഴും ഞാൻ കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്.
നമ്മളിപ്പം ഈ വീടിൻ്റേതായിട്ടുള്ള ഒരു വേറൊരു അറ്റ്മോസ്ഫിയറിലാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത്. അതായത് വീടിൻ്റെ ലെഫ്റ്റ് സൈഡിലായിട്ട് നമ്മൾ വേറൊരു വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ ഇങ്ങനത്തെ ഒരു അറ്റ്മോസ്ഫിയറോ കാര്യങ്ങളോ ഒന്നും നമുക്ക് കിട്ടത്തില്ല. അപ്പോൾ ഇവിടുത്തെ എന്താണ് ഈ ഒരു സ്ഥലം എന്താണെന്ന് സാറ് തന്നെ ഒന്ന് പറഞ്ഞു തന്നെ, എന്താണ് ഈ ഒരു സ്ഥലം? ഇത് ഇവിടെ കാണുന്നത് സർപ്പക്കാവാണ് ഇവിടുത്തെ. അത് ഈ സർപ്പ സംരക്ഷണം എന്ന് പറയുന്നത് നമ്മളുടെ ഈ ജൈവ വ്യവസ്ഥയ്ക്ക് ഒരാവശ്യമാണെന്നുള്ള കാര്യം പഴയ പുരാതന ആൾക്കാർക്ക് മനസ്സിലായിട്ടുണ്ട്. അവരെന്ത് ചെയ്യുന്നു വെച്ചാൽ സർപ്പങ്ങളെ പൂജിക്കുക എന്നുള്ള ഒരു കൺസെപ്റ്റ് അവർ നമ്മളിലുണ്ടാക്കി. അതിൻ്റെ ഒരു ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ അതിനെക്കുറിച്ച് ഒത്തിരി റിസർച്ച് ഗവേഷണങ്ങൾ ഇപ്പം നടക്കുന്നുണ്ട്. ഈ നമ്മളുടെ നാട്ടിലെ മരങ്ങളൊക്കെ മുറിച്ച് നമ്മൾ വീടുകളൊക്കെ വെക്കുന്നുണ്ട്. പക്ഷേ ഈ വനങ്ങളെ സംരക്ഷിക്കേണ്ടത് നമ്മുടെ ഒരു കടമയാണ്. അന്നേരം വനങ്ങളെ നമ്മളുടെ ഗ്രഹങ്ങളിലോട്ട് കൊണ്ടുവരുന്നതിനുള്ള ഒരു കൺസെപ്റ്റാണ് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ കാവുകൾ. ഈ കാവുകളുടെ സംരക്ഷണം കൊണ്ട് ഉദ്ദേശിക്കുന്നത് വെച്ചാൽ ഈ കാവുകളിൽ പലതരത്തിലുള്ള മൈക്രോ ഓർഗാനിസംസ് സൂക്ഷ്മാണുക്കൾ ഒത്തിരി വളരുന്ന ഒരു സ്ഥലമാണ്. ഇവിടെ പലതരത്തിലുള്ള പ്രാണികളും ഇതെല്ലാം നമുക്ക് ആവശ്യമാണ്. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ജീവിതം മനുഷ്യൻ ഒരു ഗർവ് ഉള്ള ഒരു അഹങ്കാരിയായിപ്പോയി മനുഷ്യർ. ഞാൻ ഈ കാവ് ഞങ്ങളുടെ കുടുംബത്തിൽ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. ഞങ്ങളിവിടുത്തെ പൂജാതി കർമ്മങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അതിന് നമ്മൾ 100 പാലും കൊടുക്കുക എന്ന് പറയും. അത് വർഷത്തിലൊരിക്കൽ ചെയ്യും. അതുപോലെ ഇവിടെ ഞാൻ കളയെഴുത്തിപ്പാട്ടുണ്ട്. കളയെഴുത്തിപ്പാട്ടിന് ഗന്ധർവൻ പാട്ടെന്നാണ് അതിന് പറയുന്നത്. അതന്നെ മുൻവശത്ത് നമ്മുടെ ഒരു കളം കണ്ടിട്ടില്ലേ, ആ കളത്തിൽ ആ പുല്ലെല്ലാം മാറ്റിയിട്ട് അവിടെ നല്ല പല വർണ്ണാഭയുള്ള നിറങ്ങൾ കൊണ്ട് അവിടെ നല്ല കളം വരച്ച് അവിടെ നമ്മുടെ കുടുംബത്തിലെ ഇവിടുത്തെ മുതിർന്ന ഒരു സ്ത്രീ അവിടെ ഇരുന്നു കൊണ്ട് ഈ ഉടുക്ക് കൊട്ടും പാട്ടുമാണ്. ഇതെന്തുകൊണ്ട് ഇപ്പോഴും നടത്തുന്നത് എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ഈ സംസ്കാരത്തിനൊക്കെ വളരെ മൂല്യം കൊടുക്കുന്നതാണ്. ഈ സംസ്കാരങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിനകത്ത് അഴുകിച്ചേർന്നിരിക്കുന്ന ഒരു സംഭവമാണ്. അന്നേരം അതിനെ നമ്മൾ അവിടുത്തെ പലരും ഇതുകൊണ്ടൊക്കെ ജീവിക്കുന്ന പലരുമുണ്ട്. അവർ അങ്ങനെയാണല്ലോ ഇതെല്ലാം ഉണ്ടായിരിക്കുന്നത്, എല്ലാവർക്കും ജീവിക്കണം. അന്നേരം അവർക്ക് വേണ്ടിയിട്ടുള്ള അവരെ ആ ഒരു കലയെ, ഈ ഉടുക്കുകൊട്ടിപ്പാട്ട്, ആ ഒരു കലയെ പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ഞാൻ അതിനെ നിലനിർത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇക്കാര്യങ്ങൾ ഇപ്പോഴും ഞങ്ങൾ തുടർന്നുകൊണ്ടിരിക്കുന്നത്. അതിനെല്ലാം ഇനിഷ്യേറ്റീവ് എടുക്കുന്നത് ഞാനാണ്. പക്ഷേ എൻ്റെ കുടുംബക്കാരെല്ലാവരും ഇവിടെ നാട്ടുകാരെല്ലാവരും ചോദിക്കും, എന്നാ ചേട്ടാ ഗന്ധർവൻ പാട്ട് എന്നെല്ലാവരും ചോദിക്കും. പക്ഷെ അത് കേൾക്കുമ്പോൾ തന്നെ ഒരു മനസ്സിനൊരു സുഖമാണ്. എന്നുവെച്ചാൽ എല്ലാവരും ഇങ്ങനെ വർഷാവർഷങ്ങളായിട്ട് ഇങ്ങനെ കാത്തിരിക്കുന്ന എല്ലാ വർഷവും വരുന്ന ഒരു സംഭവം കാത്തിരിക്കുന്ന ഒരു ഇതാണ്. കേട്ടിട്ടുണ്ടായിരിക്കും നമ്മുടെ തേനീച്ച. ഞാനിവിടെ തേനീച്ച വളർത്തുന്നുണ്ട്. അതെ, ഈ തേനീച്ചയുടെ വംശം നശിച്ചു കഴിഞ്ഞാൽ ഒരു മനുഷ്യലോകം മനുഷ്യരാശി തന്നെ ഇല്ലാതായി പോകും. അത് നമ്മൾ മനസ്സിലാക്കുന്നില്ല. നമ്മൾ പലപ്പോഴും ഒരു ചൂഷണ മനോഭാവത്തിലൂടെയാണ് പോകുന്നത്. ഞാൻ അതിന് ഒരു എഗൻസ്റ്റ് ആയിട്ടുള്ള ഒരു ചിന്താഗതിയാണ്. ഇതെല്ലാത്തിനും ജൈവ വൈവിധ്യത്തിനും അങ്ങനെയുള്ള എല്ലാത്തിനും കൂടെ ഇതെല്ലാം ഉതകും എന്നുള്ള കാര്യം, സംസ്കാരത്തിനെ നിലനിർത്തുന്നതിനോടൊപ്പം ഇത് നമുക്ക് ആവശ്യമാണ് എന്നുള്ള കാര്യം കൂടി അടുത്ത തലമുറയ്ക്ക് മനസ്സിലാക്കി കൊടുക്കാനായിട്ടാണ് ഞാനിതെല്ലാം ചെയ്യുന്നത്. സർപ്പപൂജ ഒരിക്കലാണ്, പക്ഷേ നമ്മുടെ കുടുംബക്കാരെല്ലാം ഇടയ്ക്കിടയ്ക്ക് അവർ നടത്തി അവരുടെ എല്ലാവരുടെയും ഒരു വിചാരം എന്ന് വെച്ചാൽ നമ്മുടെ ഈ പോസിറ്റീവ് പറഞ്ഞില്ലേ, നമ്മൾ പറഞ്ഞ പോലത്തെ ആ പോസിറ്റിവിറ്റി കൊണ്ടാണ് നമ്മുടെ ഉയർച്ച ഉണ്ടാകുന്നതെന്ന് അവർക്ക് എല്ലാവർക്കും ഒരു തോന്നലുണ്ട്. ആ പോസിറ്റിവിറ്റി നിലനിർത്തിക്കൊണ്ട് മുമ്പോട്ട് പോകുക എന്നുള്ളൊരു കൺസെപ്റ്റാണ്. അതുകൊണ്ട് എന്ത് ഫംഗ്ഷൻ ഉണ്ടെങ്കിലും എല്ലാവരും കൂടാനും തയ്യാറെടുക്കാനും. ഇപ്പോൾ എനിക്ക് ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റത്തില്ല, കളയെഴുത്തിപ്പാട്ടിനൊക്കെ നല്ല ചിലവുള്ളതാണ്. പക്ഷെ അവരെല്ലാവരുടെ കൂടി ഒരുമിച്ച് നിന്നുകൊണ്ട് ഒരുമിച്ച് നിന്ന് ചെയ്യുന്ന ഒരു സിസ്റ്റം ഞാൻ ഇപ്പോഴും കണ്ടിന്യൂ ചെയ്യുന്നു. ഇത് അടുത്ത തലമുറയും കണ്ടിന്യൂ ചെയ്യണമെന്ന് മാത്രമേ എൻ്റെ ആഗ്രഹമുള്ളൂ. അത് പണ്ട് മുതലേ ഇവിടെ കാണുന്നുണ്ട്. ഇത് അതെ ഞാൻ പറഞ്ഞ വർഷങ്ങളായിട്ടുണ്ട്. പിന്നെ ഇതെല്ലാം നടത്തിക്കൊണ്ട് പോകാനായിട്ട് ഞാൻ എല്ലാം സിംപ്ലിഫൈ ചെയ്തിട്ടുണ്ട്. അതെൻ്റെ അമ്മയുടെ ഒരു ആഗ്രഹമായിരുന്നു. എല്ലാം ഇനി ഒരു പുതിയ ജനറേഷന് ഇതൊക്കെ നടത്തിക്കൊണ്ട് പോകാനായിട്ടുള്ള മനസ്ഥിതി ഇതെല്ലാം ഉണ്ട്. അതെല്ലാം ഒന്ന് മാറ്റി എല്ലാവർക്കും എപ്പോഴും ഇത് നടത്തിക്കൊണ്ട് പോകത്തക്ക രീതിയിലുള്ള ചിലവ് കുറഞ്ഞ രീതിയിലോട്ട് പല ആചാരങ്ങളും ആക്കിയിട്ടുണ്ട് എന്നുള്ളതുകൂടെ ഞാനൊന്ന് പ്രത്യേകം പറയുന്നു. അത് അമ്മയുടെ ഒരു ആഗ്രഹമായിരുന്നു. എല്ലാം നിലനിന്ന് പോവുക എന്നുള്ളതാണ്. അതെ എല്ലാ ദിവസവും വിളക്ക് വെക്കും. അതെല്ലാം എൻ്റെ വൈഫ് സുധ ചെയ്യും. അതെ സർപ്പങ്ങൾ ഇവിടെ ഒത്തിരി പാമ്പുകളുണ്ട് ഇവിടെ. അതെ പക്ഷേ ഇല്ല അതൊന്നും ഞങ്ങളതിനെ ഉപദ്രവിക്കാറില്ല. അത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വന്നു പോവും. അതുങ്ങളെ ഞാൻ സർപ്പങ്ങൾ എന്നുള്ള രീതിയിൽ പറയുമ്പോൾ അതിന് വേറൊരു ഇതാണ്. പക്ഷെ ഇവിടെ ഒത്തിരി നാഗങ്ങളുണ്ട് എന്നുള്ളത്. അതെ അപ്പോൾ ഇത് കണ്ടില്ലേ, ഇത് പഴയ താഴാണിത്, മണിച്ചത്താഴെന്ന് പറയും. ഇത് പീഠമാണ്. ഈ പീഠവും വാളുമാണ്. കുലദൈവങ്ങൾ നമ്മളെ കാത്തുരക്ഷിക്കുകയും ചെയ്യുന്നു എന്നുള്ളൊരു കൺസെപ്റ്റാണത്. ശ്രീചന്ദ്രനാണ്, അത് മഹാവിഷ്ണുവിൻ്റെ ഒരു അവതാരമാണ്. ഞങ്ങളെ കാത്തുരക്ഷിക്കുന്നത് എന്നുള്ള ഒരു സങ്കല്പമാണ്.